പാകിസ്ഥാൻകാരൊക്കെ സോഷ്യൽ മീഡിയയിൽ ചോദിച്ചു തുടങ്ങി എങ്ങനെയുണ്ട് ഇന്നത്തെ സൺഡേ എന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സൺഡേ ഒരു കരിദിനമായിട്ട് നമ്മൾ ആചരിക്കണം. വുമൻസ് ടീം നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ടിൽ തോറ്റ് പുറത്താവുന്നു ഓസ്ട്രേലിയക്കെതിരെ, സെമി ഫൈനൽ കാണാതെ പുറത്തേക്ക് പോകുന്നു. മെൻസ് ടീം 3 വട്ടം കിരീടം നേടിയ മെൻസ് ടീം, പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് ഇരിക്കുന്ന മെൻസ് ടീം പോയിന്റ് ടേബിളിനകത്ത് 11ാം സ്ഥാനത്ത് ഇരിക്കുന്ന അയർലൻഡുമായിട്ട് തോറ്റ് പുറത്തേക്ക് പോകുന്നു. വെറും തോൽവിയല്ല, വൈറ്റ് വാഷ് ആവുക, വൈറ്റ് വാഷ്. T20 ബാറ്റിംഗ് റാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ 10-ലുള്ളത് 4 പേരാ. സൂര്യകുമാർ യാദവ് ഇപ്പൊ ഇല്ല, ഓക്കെ. എന്നാലോ തിലക് വർമ്മ നമ്പർ 6, അഭിഷേക് ശർമ്മ നമ്പർ 1, ഇഷാൻ കിഷൻ നമ്പർ 2 നിൽക്കുന്ന ഒരു ടീം വന്നിട്ട് 154 റൺസ് പോലും എടുക്കാൻ കഴിയാതെ 1 റൺസിന് പരാജയപ്പെടുവാണ് ഈ ടീം. വൈറ്റ് വാഷ് ആവുകയാണ്. വൈറ്റ് വാഷ് എന്നൊക്കെ പറഞ്ഞാൽ ചരിത്രത്തിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഗൗതം ഗംഭീർ വന്നതിൽ പിന്നെ വൈറ്റ് വാഷ് നമുക്കൊരു പുത്തരി അല്ലാതെ മാറിയേക്കുവാണ്. 27 വർഷങ്ങൾക്ക് ശേഷം ശ്രീലങ്കയിൽ പോയിട്ട് അവിടെ വൈറ്റ് വാഷ് ആയി. അവിടെ ഒരു കളി ഡ്രോ ആയി, പക്ഷെ 2 കളി അവിടെ പരാജയപ്പെട്ടു. ന്യൂസിലാൻഡ് ഇന്ത്യ വന്നിട്ട് ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യുന്നു ടെസ്റ്റിനകത്ത്. സൗത്ത് ആഫ്രിക്ക ഇന്ത്യ വന്നിട്ട് ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യുന്നു ടെസ്റ്റിനകത്ത്. ഇന്ന് അടുത്തൊരു വൈറ്റ് വാഷ്. ടെസ്റ്റ് ക്രിക്കറ്റ് നോക്കുവാണെങ്കിൽ ഏകദേശം അസ്തമിച്ചൊരു ODI ക്രിക്കറ്റ് നോക്കുവാണെങ്കിൽ ആ ഒരു അസ്തമത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അഫ്ഗാനിസ്ഥാനെയൊക്കെ തോൽപ്പിച്ച് സന്തോഷിക്കാറുണ്ട്. ഇപ്പൊ നോക്കിയ T20 ആ ഒരു ബാധ കയറിയെന്നാ തോന്നുന്നത്. എന്താ ഇന്ന് ഇന്ത്യൻ ടീം കാഴ്ചവെച്ചെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ തോൽവിയിൽ നിന്ന് ഇന്ത്യ എന്ത് പാടാ പഠിച്ചത്? ഓക്കെ, ഇടയ്ക്ക് ഒരു തോൽവി ആവാം, പക്ഷെ ആ തോൽവിയിൽ നിന്ന് എന്ത് പാടാ പഠിച്ചത്? ഇന്ത്യയുടെ ബോളർമാർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ചെയ്തു. ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ എന്താണ് വിചാരിക്കുന്നത്? 100 റൺസിന് അവരെ ഓൾ ഔട്ട് ആക്കണമായിരുന്നോ? അതോ 50 റൺസിന് അവരെ ഓൾ ഔട്ട് ആക്കണമായിരുന്നോ? എന്നാലേ IPL ഹീറോസിന് കളിക്കാൻ പറ്റത്തുള്ളായിരുന്നോ? ഫ്ലാറ്റ് പിച്ച് ആക്കണമായിരുന്നോ ഈ പിച്ച്? അയർലൻഡ് ബോർഡിനോട് പറയണമായിരുന്നു ഈ പിച്ച് ഒന്ന് ഫ്ലാറ്റ് പിച്ച് ആക്കി തരാൻ, സ്പോഞ്ചി ബൗൺസ് ഒന്ന് മാറ്റി തരാൻ പറയണമായിരുന്നോ? സ്ലോയിഷ് ആയിട്ടുള്ളൊരു പിച്ച് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റത്തില്ലായിരുന്നെന്ന് ഐറിഷ് ബോർഡിനോട് പറയണമായിരുന്നോ? ഇത്രയും ദയനീയമായിട്ടുള്ള ഒരു പരാജയം, സത്യം പറഞ്ഞാൽ ദയനീയമായ ഒരു പരാജയം എന്ന് പറയണം. ഇപ്പൊ എല്ലാവരും പറയുന്നത് കേട്ടു, അർഷദ് റാണ ഒരു സിംഗിൾ എടുത്തിരുന്നെങ്കിൽ അർഷ്ദീപ് സിംഗ് അവിടെ വരത്തില്ലായിരുന്നു, മേ ബി നമുക്ക് ജയിക്കാമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ജയിച്ചിട്ട്? അർഷദ് റാണ വന്ന് അടിച്ച് ജയിച്ചിട്ട് എന്തിനാണ് നമ്മൾ ഈ കളി ജയിക്കുന്നത്? ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിനോ ഇന്ത്യയുടെ മിഡിൽ ഓർഡറിനോ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയത് അർഷദ് റാണ എന്തിനാണ് അടിച്ച് ജയിപ്പിക്കേണ്ടത്? പ്രിൻസ് യാദവ് വന്നിട്ട് ഒരു 6 അടിച്ചു. പ്രിൻസ് യാദവ് ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ അടിച്ചത് ആകപ്പാട് 2 3 6 ആണ് മൊത്തത്തിൽ ഇന്ത്യ അടിച്ചതെന്ന്. ഇങ്ങനെ ജയിച്ചിട്ട് എന്തോ ചെയ്യാനായിരുന്നു? വളരെ 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 ദയനീയമായിട്ട് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ത്രോട്ട് പ്രോസസ്സ് തന്നെ ശരിയല്ല. ടീം സെലക്ഷൻ നോക്കുവാണെങ്കിൽ അത് തന്നെ ശരിയല്ല. സുന്ദറിനെ നമ്മൾ ടീമിനകത്ത് ക്യാരി ചെയ്യുന്നുണ്ട്. സുന്ദർ നോക്കുവാണെങ്കിൽ T20 വേൾഡ് കപ്പിനകത്ത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ പരാജയപ്പെട്ടപ്പോൾ നമ്മൾ പറഞ്ഞു സുന്ദറിനെ വേണ്ട, നമ്മൾ പിന്നെ അക്ഷർ പട്ടേലുമായിട്ട് പോയി. അതേ സുന്ദർ നമ്മൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തോറ്റപ്പോൾ നമ്മൾ പുറത്താക്കിയ സുന്ദറിനെ നോക്കുവാണെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പോഴത്തേന് പിന്നെയും ടീമിന്റെ ഭാഗമാക്കി കൊണ്ടുവരിക. അർഹതപ്പെട്ട പലരും നോക്കുവാണെങ്കിൽ വെളിയിരിക്കുമ്പോഴത്തേന് അർഹതയില്ലാത്ത കുറെ പ്ലേയേഴ്സുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. 2028 T20 വേൾഡ് കപ്പ് നടക്കുന്നത് ഇന്ത്യയിലല്ല, ശ്രീലങ്കയിലല്ല. ഇതേ സിമിലർ കണ്ടീഷനുള്ള ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമാണ് കളിക്കുന്നത്. നമ്മുടെ തയ്യാറെടുപ്പ് എത്രമാത്രമുണ്ട്? എന്തുകൊണ്ടാണ് നമ്മൾ T20 വേൾഡ് കപ്പ് ജയിച്ചത്? സഞ്ജു സാംസന്റെ ആ ഒരു 3 ഇന്നിങ്സ് അല്ലേ നമ്മൾ ജയിക്കാനുള്ള മെയിൻ കാരണം, അല്ലെങ്കിൽ ഇഷാൻ കിഷന്റെ ഇന്നിങ്സ് അല്ലേ നമ്മൾ ജയിക്കാനുള്ള കാരണം? ഇന്ത്യയെ ജയിപ്പിച്ചുകൊണ്ടിരുന്നത് T20 വേൾഡ് കപ്പിനകത്ത് അഭിഷേക് ശർമ്മ ഒന്ന് പതറി, ആ ഫൈനലിനകത്ത് മാത്രമേ പെർഫോമൻസ് ചെയ്തുള്ളൂ. അതിന് മുമ്പ് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ടോപ്പ് 3 ആണ് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇന്ത്യ വിജയിപ്പിച്ചുകൊണ്ടിരുന്നത്. സൂര്യകുമാർ യാദവിന് നോക്കുവാണെങ്കിൽ ഫോം ഇല്ല. ഹാർദിക് പാണ്ഡ്യ നോക്കുവാണെങ്കിൽ ഇടയ്ക്കൊക്കെ വന്നൊരു കളി കളിക്കും, അല്ലെങ്കിൽ ശിവൻ ദുബെ വന്ന് ഇടയ്ക്ക് ഒരു കളി കളിക്കും. അങ്ങനെയാണ് നമ്മൾ ജയിച്ചുകൊണ്ടിരുന്നത്. ഈ ടോപ്പ് 3യെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ജയിച്ചുകൊണ്ടിരുന്നത്. ഇന്നെന്താ ആ ടോപ്പ് 3യുടെ അവസ്ഥ? ടോപ്പ് 3 പെർഫോമൻസ് ചെയ്യാതെ വന്നപ്പോഴത്തേന് നമ്മൾ പരാജയപ്പെട്ടു. സഞ്ജു സാംസൺ പെർഫോമൻസ് ചെയ്യാതെ വരുമ്പോഴത്തേന് നമ്മൾ പരാജയപ്പെടുന്നു. അഭിഷേക് ശർമ്മ പെർഫോമൻസ് ചെയ്യാതെ വരുമ്പോഴത്തേന് നമ്മൾ പരാജയപ്പെടുന്നു. ഇഷാൻ കിഷൻ പെർഫോമൻസ് ചെയ്യാതെ വരുമ്പോഴത്തേന് ഇന്ത്യൻ ടീം തീർന്നു. ഒരു 154 എന്ന് പറഞ്ഞൊരു ടാർഗറ്റ്, ഒരു 254 റൺസ് അല്ല, 154. മോഡേൺ ഡേ ക്രിക്കറ്റിൽ 154 വലിയൊരു സ്കോർ ആണെന്ന് ചോദിച്ചാൽ ഈ പിച്ചിൽ നോക്കുവാണെങ്കിൽ വലിയൊരു സ്കോർ ആയിരുന്നു. ഇപ്പോഴും പിച്ചിനെ മനസ്സിലാക്കാൻ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർക്ക് കഴിഞ്ഞില്ല. വരുന്നവരെല്ലാം നോക്കുവാണെങ്കിൽ ബിഗ് ഷോട്ടിന് ശ്രമിച്ച് വിക്കറ്റ് കൊണ്ട് കളഞ്ഞിട്ട് പോകുന്നു. ജയ് മുന്ദർ എന്ന് പറയുന്ന ഇന്ത്യൻ വംശജന്റെ മുമ്പിൽ നമ്മൾ പതറി നിൽക്കുവാണ്. 3 വിക്കറ്റാണ് ഇന്നും വന്നെടുത്തത്. ഇന്ത്യയുടെ ടോപ്പ് 3യെ നോക്കുവാണെങ്കിൽ തകർത്തു. ഹൊള്ളാഡ് എന്ന് പറഞ്ഞ ബോളറെ നമ്മൾ നോക്കുവാണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. ജോഷ് ഹേസ്ൽവുഡിനെ ഒന്നും അല്ലല്ലോ കളിക്കുന്നത്, മിച്ചൽ സ്റ്റാർക്കിനെ ഒന്നും അല്ലല്ലോ നിങ്ങൾ കളിക്കുന്നത്. T20 ബോളിംഗ് റാങ്കിങ്ങിനകത്ത് 50ാം സ്ഥാനത്ത് പോലും വരാത്ത ബോളർമാർക്കെതിരെ വിക്കറ്റ് കൊണ്ട് കളഞ്ഞിട്ട് തോറ്റു നിൽക്കുവാണ് ഇന്ത്യൻ ടീം. 2023 അയർലൻഡിനെ തോൽപ്പിച്ച് നമ്മൾ നേടിയ ഒരു സീരീസ് വിൻ ഉണ്ടായിരുന്നു, 16 സീരീസ് വിൻ. അത് ഇന്ന് നോക്കുവാണെങ്കിൽ അസ്തമിച്ചു. എവിടുന്നാണോ നമ്മൾ തുടങ്ങിയത്, അയർലൻഡിനെ തുടങ്ങിയത് 2023. 3 വർഷത്തിന് ശേഷം അതേ അയർലൻഡിന്റെ മുമ്പിൽ വന്നിട്ട് 16 സീരീസ് വിൻ ഉണ്ടായിരുന്നു നമുക്ക്. ആ ഒരു വിജയം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ അസ്തമിച്ചു. ഇനി ഒന്നേന്ന് തുടങ്ങണം. ഈ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ഇനി എങ്ങനെ തുടങ്ങാൻ കഴിയുമോ എന്നുള്ളത് കണ്ടറിയണം. 3 വർഷത്തെ നോക്കുവാണെങ്കിൽ ആ ഒരു വിന്നിംഗ് സ്ട്രൈക്ക് നോക്കുവാണെങ്കിൽ ഇന്ന്
അസ്തമിച്ചു. ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് വരുന്നു. ഒരുപാട് പേർ ആഗ്രഹമായിരുന്നു ശ്രേയസ് അയ്യറിനെ ക്യാപ്റ്റൻ ആക്കണമെന്നുള്ളത്. അത് പടി ശ്രേയസ് അയ്യറിനെ ക്യാപ്റ്റൻ ആവുന്നു, അയർലൻഡിലോട്ട് വരുന്നു, നാണക്കേടിന്റെ റെക്കോർഡും ഏറിക്കൊണ്ട് ഇംഗ്ലണ്ടിലോട്ട് പോവുക. അടുത്ത ബുധനാഴ്ച T20 കളിക്കാൻ വേണ്ടി 5 സീരീസ് കളിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിലോട്ട് പോവുക. ഇങ്ങനെ ഒരു പെർഫോമൻസ് ആണോ ശ്രേയസ് അയ്യറിന് വേണ്ടിയിരുന്നത്? 2028 ഇങ്ങനെ ഒരു തുടക്കമായിരുന്നു ഇന്ത്യൻ ടീമിന് വേണ്ടത്. എന്തിനാണ് ഈ ഫുൾ സ്ട്രെങ്ത് ടീമിനെ പറഞ്ഞു വിട്ടതെന്ന? ഇന്ത്യയുടെ B ടീമിനോ C ടീമിനെ പറഞ്ഞു വിട്ടാൽ പോരായിരുന്നോ? ആ വൈഫ് ഓഫ് സൂര്യവംശിക്കൊക്കെ ഒരു അവസരം കൊടുത്താൽ പോരായിരുന്നോ? നിങ്ങൾ ഇംഗ്ലണ്ടിൽ പോയി കളിച്ചാൽ പോരായിരുന്നോ? സോ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടില് ഫസ്റ്റ് ഓപ്പണറായിട്ട് വൈഫ് ഓഫ് സൂര്യവംശി ഏകദേശം പ്ലേസ് ഉറപ്പിച്ചു. ഇനി സഞ്ജു സാംസൺ ആണോ പുറത്തേക്ക് പോകുന്നത്, അഭിഷേക് ശർമ്മയാണോ പുറത്തേക്ക് പോകുന്നതെന്ന് കണ്ടറിഞ്ഞാൽ മതി. സഞ്ജു സാംസൺ ആണ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ ഇന്ത്യൻ ടീമിൽ നോക്കുവാണെങ്കിൽ ഒരു റൈറ്റ് ഹാൻഡറെ കാണത്തുള്ളൂ, ശ്രേയസ് അയ്യർ. ഷെഡ്ജ ഉണ്ട് അവിടെ, ഷെഡ്ജ ഉണ്ടാവും ഇല്ലെന്നൊന്നും അറിയത്തില്ല ഇംഗ്ലണ്ട് സീരീസിനകത്ത്. സഞ്ജു സാംസൺ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഹെവി ലെഫ്റ്റ് ഹാൻഡ് സൈഡുമായിട്ട് ഇംഗ്ലണ്ടിനെതിരെ കളിക്കാം. അത് എത്രമാത്രം ഗുണം ചെയ്യുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. നമ്മൾ T20 വേൾഡ് കപ്പിനകത്ത് സൗത്ത് ആഫ്രിക്കയോട് പരാജയപ്പെടാനുള്ള മെയിൻ കാരണം ഹെവി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയിരുന്നു. സോ സഞ്ജു സാംസന്റെ ഫോം ഒക്കെ കണ്ടിട്ട് സഞ്ജു സാംസനെ ഇംഗ്ലണ്ട് T20 സീരീസിനകത്ത് എടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അതോ അഭിഷേക് ശർമ്മയ്ക്കാണോ ഞെർക്ക് വീഴുന്നതെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇനി ഇന്നത്തെ മത്സരത്തിലോട്ട് വരാം. ബോളിംഗ് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ബോളർമാർ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ബോൾ ചെയ്തേ. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും അവർക്ക്? അർഷ്ദീപ് സിംഗ് വിക്കറ്റ് എടുക്കുന്നു, അർഷദ് റാണ വിക്കറ്റ് എടുക്കുന്നു, പ്രിൻസ് യാദവ് വന്നിട്ട് 3 വിക്കറ്റ് എടുക്കുന്നു, ശിവൻ ദുബൈ വന്നിട്ട് ബാക്ക് ടു ബാക്ക് വിക്കറ്റ് എടുക്കുന്നു. അയർലൻഡിനെ നോക്കുവാണെങ്കിൽ 156 റൺസിന് തളയ്ക്കുന്നു. പക്ഷെ ഇന്ത്യ ബാറ്റ് ചെയ്യാൻ വരുന്നു. ഫസ്റ്റ് ബോളിൽ തന്നെ സഞ്ജു സാംസൺ ലെഗ് ബിഫോർ ആയിട്ട് കയറി പോകുന്നു. ഒരു ഫുഡ് വർക്കും ഇല്ല സഞ്ജു സാംസന്. സഞ്ജു സാംസന്റെ ഫുഡ് വർക്ക് വരണമെങ്കിൽ 2-3 ഓവർ വേണം. ലെഗ് സൈഡിൽ ഒരു ഫ്ലിക് ഷോട്ട് കളിക്കാൻ പോവുക, ഒരു മൂവ്മെന്റും ഇല്ല. ഒരു നിക് ബാക്ക് ഡെലിവറിയിൽ സെയിം ബോർഡറിന് മുമ്പിൽ ജയുടെ മുമ്പിൽ സഞ്ജു സാംസൺ വിക്കറ്റ് കൊണ്ട് കളയുന്നു. വിക്കറ്റും കൊണ്ട് കളഞ്ഞു, ഒരു റിവ്യൂയും കൊണ്ട് കളഞ്ഞിട്ട് സഞ്ജു സാംസൺ കയറി പോകും. സഞ്ജു സാംസന്റെ ആ ഒരു ഫേസ് കണ്ടിട്ട് ഒരു രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് നോക്കുവാണെങ്കിൽ കാണുന്നില്ല. പ്രഷറാണ്. എന്തിന്റെ പ്രഷറാണ്? വൈഫ് ഓഫ് സൂര്യവംശി ബെഞ്ചിലിരിക്കുന്നതിന്റെ പ്രഷറാണോ? IPL നോക്കുവാണെങ്കിൽ ആ ഒരു സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേനും സഞ്ജു സാംസന്റെ ഫോം നമ്മൾ കണ്ടു ഡിപ്പാവുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫോം ഇല്ല. 10 കളിയിൽ 2 കളിയിൽ ഫോം ആവും, 8 കളിയിൽ ഫോം ആവാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ടീമിന്റെ ഭാഗമാകാൻ കഴിയും? T20 വേൾഡ് കപ്പ് ജയിക്കാൻ മെയിൻ കാരണം സഞ്ജു സാംസൺ തന്നെയായിരുന്നു. ആ 3 പെർഫോമൻസ്. എന്നാൽ ഈ 2 പെർഫോമൻസ് എന്താണ്? ഇനി മുമ്പോട്ട് പോകാനുള്ള എന്ത് കോൺഫിഡൻസ് ആണ് സഞ്ജു സാംസൺ തരുന്നത്? എന്ത് വെച്ചോണ്ടാണ് ഇനി സഞ്ജു സാംസനെ ഈ ടീം ക്യാരി ചെയ്യേണ്ടത്? വൈഭവ് എന്ന് പറഞ്ഞ ഒരു പ്ലെയർ വന്ന് ബെഞ്ചിൽ ഇരിക്കുകയാണ്. അതിന്റെ പ്രഷർ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡിനകത്തുണ്ട്. അവരവർ നോക്കുവാണെങ്കിൽ അവരവരുടെ പൊസിഷൻ സേഫ് ആക്കാൻ വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ സഞ്ജു സാംസൺ വന്ന് ഡക്കായിട്ട് പോവാം. 1 റൺസ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഈ മത്സരം ജയിക്കാമായിരുന്നു. അടുത്തത് അഭിഷേക് ശർമ്മ വിക്കറ്റ് കൊണ്ട് കളയുവാണ്. വിക്കറ്റ് എങ്ങനെ കൊണ്ട് കളഞ്ഞത്? ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപിൽ പോയൊരു ബോള് ഫുൾ ഷോട്ട് അടിക്കാൻ പോകുന്നു. അതായത് ഒരു 6th സ്റ്റംപിലോ അല്ലെങ്കിൽ ഒരു 5th സ്റ്റംപിലോ പോയൊരു ബോള് വലിച്ച് ലെഗ് സൈഡിൽ അടിക്കാൻ പോവുകയാണ്. ആ ഒരു എക്സ്ട്രാ ഒരു ബൗൺസ് കിട്ടിയ ഒരു പിച്ചിൽ. അതായത് ഒരു ട്രൂ പേസ് ഇല്ലാത്ത ഒരു പിച്ചാണ്, ഒരു സ്പോഞ്ചി ബൗൺസ് കിട്ടുന്ന ഒരു പിച്ചാണ്. അതായത് ടെന്നീസ് ബോളിൽ എങ്ങനെയാണ് ബൗൺസ് കിട്ടുന്നത് അതുപോലെ ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ബൗൺസ് കിട്ടുന്ന പിച്ചിലാണ് എത്തി വലിഞ്ഞ് അടിക്കാൻ പോകുന്നത്. അതും ജയിക്കൊണ്ട് വിക്കറ്റ് കൊണ്ട് കൊടുത്തിട്ട്. ഇന്ത്യക്ക് വേണ്ടി നെറ്റിൽ ബോൾ ചെയ്ത ഒരു ബോളറാണ്, ഒരു ഇന്ത്യൻ വംശജനാണ്. അഭിഷേക് ശർമ്മയ്ക്ക് വിക്കറ്റ് കൊണ്ട് കൊടുത്തിട്ട് പോകുന്നു. അഭിഷേക് ശർമ്മയെ നോക്കുവാണെങ്കിൽ പ്രഷറിലാണ് കളിക്കുന്നത്. സൂര്യവംശിയെ കാട്ടി കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉയർത്താൻ വേണ്ടിയുള്ള പ്രകടനമാണ് അഭിഷേക് ശർമ്മ ഇപ്പൊ കാഴ്ചവെക്കുന്നത്. ഒരു സമയത്ത് നോക്കുവാണെങ്കിൽ അഭിഷേക് ശർമ്മയായിരുന്നു ഹീറോ. എല്ലാവരും പറയുന്നത് അഭിഷേക് ശർമ്മയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അഭിഷേക് ശർമ്മയുടെ 200 സ്ട്രൈക്ക് റേറ്റ് കണ്ടോ? അഭിഷേക് ശർമ്മയുടെ 190 സ്ട്രൈക്ക് റേറ്റ് കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇന്നങ്ങനല്ല. ഇന്ന് 250 300 സ്ട്രൈക്ക് റേറ്റില്ല സൂര്യവംശി വന്ന് കളിക്കുന്നത്. ആ പ്രഷർ നോക്കുവാണെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്കും ഉണ്ട്. ഓഫ് സൈഡ് കളിക്കേണ്ട ഒരു ഷോട്ടിനെ വന്നിട്ട് ലെഗ് സൈഡിൽ കളിക്കാൻ നോക്കുന്നു, വിക്കറ്റ് കൊണ്ട് കളയുന്നു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ ക്യാപ്റ്റൻ നോക്കുവാണെങ്കിൽ IPL സഞ്ജുവിനെ കൂട്ട് തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ നോക്കുവാണെങ്കിൽ നല്ലപോലെ പെർഫോമൻസ് ചെയ്തു. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേന് പഞ്ചാബ് തോറ്റു, ശ്രേയസ് അയ്യർ പെർഫോമൻസും ചെയ്തില്ല. ശ്രേയസ് അയ്യർ പെർഫോമൻസ് ചെയ്യാതിരുന്നപ്പോൾ പഞ്ചാബ് തോറ്റു. അതുപോലെ തന്നെ അഫ്ഗാൻ സീരീസിനകത്ത് നോക്കുവാണെങ്കിൽ ആ ഒരു ഫോം ഇല്ലായിരുന്നു. അവസാനത്തെ കളിയിൽ ശുഭ്മൻ ഗില്ലിന്റെ സ്ഥാനത്ത് 3ാം നമ്പറിൽ വന്നിട്ട് ശ്രേയസ് അയ്യറിനെ ബാറ്റിംഗ് കൊടുത്തു. എന്നിട്ട് 22 റൺസ് ആണ്ടേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. സോ ഫോം ഇല്ലാതെ പോകുന്ന ഒരു ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻസി പ്രഷർ ഇവിടെ വന്നപ്പോഴത്തേന് പിന്നെയും സ്ട്രഗിൾ ചെയ്തു. ഒരു ക്യാപ്റ്റൻ നോക്ക് കളിക്കേണ്ട ശ്രേയസ് അയ്യർ കേവലം 7 ബോളിൽ നിന്ന് 10 റൺസ് എടുക്കുന്നത്. ആ 7 ബോളിൽ നിന്ന് ഒരു 20 റൺസ് എടുത്തിരുന്നെങ്കിൽ ശ്രേയസ് അയ്യർ ഇന്നത്തെ മത്സരം ജയിച്ചു പോകാൻ ഒരു നാണക്കേട് ഒഴിവാക്കാമായിരുന്നു. ക്യാപ്റ്റൻസി നോക്കുവാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ശ്രേയസ് അയ്യർ ഒന്നും ചെയ്തു. പക്ഷെ ബാറ്റിംഗ് ആണ് പ്രശ്നം. ബോളിംഗ് റൊട്ടേഷൻ നോക്കുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തു. ഷെഡ്ഗെ നോക്കുവാണെങ്കിൽ ഒരു ഓവറിനകത്ത് 20 റൺസ് ആണ്ട് വഴങ്ങിയത് ഒഴിച്ചു നോക്കിയാൽ ബാക്കി എല്ലാവരും നല്ല രീതിയിൽ ബോൾ ചെയ്ത് തന്നെ. പക്ഷെ ശ്രേയസ് അയ്യറിന്റെ ബാറ്റിംഗ് ഫോമില്ല. പിന്നെ തിലക് വർമ്മ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ 46 ബോളിൽ നിന്ന് 55 റൺസ് എടുക്കുന്നു, 119 സ്ട്രൈക്ക് റേറ്റ്. ടീം വിജയിപ്പിച്ചോ? ഇല്ല. 50 റൺസ് കണ്ടെത്തി. ഇഷാൻ കിഷനെ റൺ ഔട്ടും ആക്കി. ഇൻഡിവിജ്വൽ പെർഫോമൻസ് കാഴ്ചവെച്ചു. പക്ഷെ ഈ ഒരു 50 ആരെങ്കിലും ഓർത്തു വെക്കുമോ?
ഈ 50 ആരെങ്കിലും ഓർത്തു വെക്കുമോ? ഏഷ്യ കപ്പിനകത്ത് തിലക് വർമ്മ ഒരു 50 എടുത്തായിരുന്നു. അത് ഇന്നും എല്ലാവരും ഓർക്കുന്നു. ആ 50 നോക്കുവാണെങ്കിൽ ടീമിനെ വിജയിപ്പിച്ചു. പക്ഷെ 119 സ്ട്രൈക്ക് റേറ്റിൽ വന്നിട്ട് 46 ബോളിൽ നിന്ന് 55 റൺസ് എടുത്തിട്ട് ടീമിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് ഈ ഒരു പെർഫോമൻസ് കൊണ്ട് ഇന്ത്യക്കുള്ള ഗുണം? തിലക് വർമ്മ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട, തിലക് വർമ്മ ഒരു MS ധോണി അല്ല. അവസാനത്തെ 4 ബോൾ 6 അടിച്ച് ഇന്ത്യയെ ജയിപ്പിക്കാൻ കഴിയാവുന്ന ഒരു സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയർ അല്ല തിലക് വർമ്മ. ഇന്ത്യയുടെ നമ്പർ 5 ഇപ്പോഴും എനിക്ക് കൺസേൺ ഉണ്ട് തിലക് വർമ്മ എന്നൊരു പ്ലെയറിനെ കുറിച്ച്. നമ്പർ 5 നമ്പർ 6 എന്ന് പറഞ്ഞാൽ ഫിനിഷർമാർ കളിക്കേണ്ട റോളാണ്. അതായത് 160 170 സ്ട്രൈക്ക് റേറ്റ് ഉള്ള പ്ലേയേഴ്സ് കളിക്കേണ്ട റോളാണ്. പക്ഷേ തിലക് വർമ്മയുടെ സ്ട്രൈക്ക് റേറ്റ് എത്ര? 130 135 സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയർ എങ്ങനെയാണ് നമ്പർ 5 പൊസിഷനകത്ത് കളിക്കുന്നത്? അതും വൈസ് ക്യാപ്റ്റൻ റോളിനകത്ത് കളിച്ചു 50 എടുത്തു എന്ന് പറയാം. പക്ഷെ ആ 50 കൊണ്ട് എന്താണ് ഗുണമുണ്ടായത്? ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ്, ഒരു വ്യക്തിഗത നേട്ടം സ്വന്തമാക്കി തിലക് വർമ്മ. ടീമിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇഷാൻ കിഷൻ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനെ റൺ ഔട്ട് ആക്കി. ഈ ടീം വിജയിച്ചുകൊണ്ടിരുന്നത് 1-2 പ്ലേയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ആ പ്ലേയേഴ്സിനെ പ്രഷറിലോട്ട് കൊണ്ടുപോയി സൂര്യവംശി എന്ന് പറഞ്ഞ ഒരു പ്ലെയർ വന്നതിന്റെ കാരണത്താൽ. അഭിഷേക് ശർമ്മ പ്രഷറിലോട്ട് പോകുന്നു, സഞ്ജു സാംസൺ പ്രഷറിലോട്ട് പോകുന്നു. സോ ഇന്ത്യയുടെ അവസ്ഥ ഇതാണ്. ടീമിൽ സ്ഥാനം സ്ഥിരമാക്കാൻ വേണ്ടി കളിച്ചതാണ് ഇന്നെല്ലാവരും. ഈ ഒരു തോൽവി നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിനെ അധിക നാൾ വേട്ടയാണ്. ഈ ഒരു തോൽവിയിൽ നിന്ന് എങ്ങനെ ഇന്ത്യൻ ടീം റിക്കവർ ആവുന്നുള്ളത് കണ്ടറിയണം. അത്രയ്ക്ക് ദയനീയമായി പോയി ഇന്ന് ഇന്ത്യൻ ടീമിന്റെ പെർഫോമൻസ്. ഒരു സ്റ്റേജിൽ പോലും ഇന്ത്യൻ ടീം അയർലാൻഡിനെ ഡോമിനേറ്റ് ചെയ്യുന്നത് തോന്നിയതേയില്ല. ബാറ്റിങ്ങിനകത്ത് അയർലാൻഡ് നോക്കുവാണെങ്കിൽ ഡോമിനേറ്റ് ചെയ്യുന്നു. അവരാണ് T20 ചാമ്പ്യന്മാരാണെന്ന് തോന്നിപ്പോയി. അതുപോലെ വരിഞ്ഞു മുറുക്കി ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരെ. റൺസ് വിട്ടുകൊടുക്കാതെ വരിഞ്ഞു മുറുക്കുന്നു. അവരുടെ ക്യാപ്റ്റന്റെ ഫീൽഡ് പ്ലേസ്മെന്റ്, ടക്കറിന്റെ ബൗണ്ടറി കണ്ടെത്താൻ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ വിട്ടതേ ഇല്ല. ടൈറ്റ് ചെയ്തു ടീമിനെ വിജയിപ്പിക്കും. ചരിത്രപരമായ നേട്ടം നോക്കുവാണെങ്കിൽ അയർലൻഡ് സ്വന്തമാക്കുന്നു. ഫ്ലാറ്റ് പിച്ചിൽ നിന്ന് അങ്ങോട്ട് മാറിയപ്പോഴത്തേന് ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ സ്ട്രഗിൾ ചെയ്യുന്നു.